ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുടെയും ചോദ്യം ഇപ്പോൾ ഇതാണ്. 2 വർഷമായി വലിയ റിട്ടേണും ഒന്നുമില്ല, പലരുടെയും പോർട്ട്ഫോളിയോ ഇപ്പോൾ മൈനസിലാണ്. ഇനിയും ഇൻവെസ്റ്റ് ചെയ്യണോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായല്ല 2 വർഷത്തോളം റിട്ടേൺ ഒന്നും ഇല്ലാതെ സൈഡ് വേസിലേക്ക് മാർക്കറ്റ് പോകുന്നത്. 2000-ലെ .com ക്രാഷും അതുപോലെ തന്നെ 2008-ലെ ഫൈനാൻഷ്യൽ ക്രൈസിസും അത് കഴിഞ്ഞ് 2020-ലെ കോവിഡും ഇതേപോലെ ക്രാഷും അത് കഴിഞ്ഞിട്ടുള്ള സൈഡ് വേസുമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെല്ലാം ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുൾ റണ്ണുകളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. പലപ്പോഴും സൈഡ് വൈസ് മാർക്കറ്റിന് ശേഷം വലിയ ഗ്രോത്ത് ഫേസ് ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ആളുകൾ ഇന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കാരണം കഴിഞ്ഞ 20-25 വർഷത്തെ ചരിത്രം നോക്കിയാൽ നല്ല ക്വാളിറ്റി സ്റ്റോക്സും ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ ബാങ്ക് എഫ്ഡിയേക്കാളും മറ്റേതൊരു ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോന്റെ കോർ ഭാഗം ലാർജ് ക്യാപ് ഫണ്ടുകളും അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് കമ്പനികളിലുമായിരിക്കണം. കാരണം അവയാണ് മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകുമ്പോഴും കൂടുതലായിട്ട് സ്ഥിരത കാണിക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും കൂടുതൽ റിട്ടേൺ നൽകിയിരിക്കാം, പക്ഷേ അതോടൊപ്പം തന്നെ അവിടെ റിസ്ക്കും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ സ്മോളിലും മിഡിലും നമ്മുടെ റിസ്ക് നോക്കിക്കൊണ്ട് മാത്രം വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. പിന്നെ ഏറ്റവും വലിയ പ്രധാന കാര്യം, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയവർ മാർക്കറ്റ് ടൈമിംഗ് നോക്കി ചെയ്തവരല്ല, അവർ മാർക്കറ്റിൽ കൂടുതൽ കാലം ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതാണ്. അതിനാൽ ഡൈവേഴ്സിഫിക്കേഷനും പിന്നെ ക്ഷമയും അതിനോടൊപ്പം ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി.